സംസാരിക്കാൻ വീട്ടുകാരനായ KV പ്രമോദ് കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KV പ്രമോദ്, ഇപ്പോൾ നിലവിലെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? അവിടെ ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുകയാണോ? ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി കുറെ കൂടി മണ്ണിടിഞ്ഞ് വീടിന്റെ മുറ്റം പൂർണ്ണമായിട്ട് തകർന്ന അവസ്ഥയിലേക്ക് ഉള്ളത്. അതുപോലെ തന്നെ റൂമിന്റെ ഒരു സൈഡ് പൂർണ്ണമായിട്ട് ഇടിഞ്ഞു, കക്കൂസ് ഇടിഞ്ഞ് തകർന്നിട്ടുള്ളത്. ഇപ്പോൾ നല്ല ഈ അവസ്ഥ ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ മണ്ണെടുത്ത ഭാഗത്തെ ഏക വീട് ഇപ്പോൾ അപകട ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇപ്പോഴും ഘട്ടം ഘട്ടമായിട്ട് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുവാണ്. വീടിന്റെ മുറ്റം പൂർണ്ണമായിട്ടും ഇപ്പൊ കാണാൻ വേണ്ടി പറ്റും, മുറ്റം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലുള്ളത്. തീർച്ചയായും ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീടാണ് ഇപ്പോൾ അപകട ഭീഷണി നേരിടുന്നത്. ഇപ്പോൾ ഈ വീട്ടുകാരിപ്പോൾ എവിടേക്കാണ് മാറി താമസിക്കുന്നത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാമോ? ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. 2 മാസമായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 6 മാസം മുന്നേ നമ്മളിത് ഈ മണ്ണിടിച്ചിന്റെ അവർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പരാതി കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മണ്ണിടി 6 മാസം വരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷമാണ് കുറച്ച് ഇപ്പോൾ അവർ ഇടപെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് കമ്പനിക്കാർ ഇവിടെ വന്നു. കമ്പനിക്കാർ സംസാരിച്ചിട്ടുണ്ട്. അവരെ അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, കമ്പനിയിലേക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് നിങ്ങളെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ 4 സെന്റ് സ്ഥലങ്ങളും വീണ്ടും നമുക്ക് നഷ്ടമായിട്ടുള്ളത്. സംഭവത്തിൽ പ്രധാനമായിട്ടും അധികാരികൾ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? അധികാരികൾ പറഞ്ഞത് ഇപ്പോ ആദ്യം വീട് മാറി വാടക വീട് താമസിക്കാൻ വേണ്ടി പറഞ്ഞു. അത് അടിസ്ഥാനത്തിൽ വാടക വീട്ടിലേക്ക് താമസിച്ചു. ഇനിയിപ്പോ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അധികാരികൾ കൃത്യമായിട്ടൊരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താണ് നിലപാടെന്നും ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ വാടക വീട് താമസിക്കുന്നത്. അച്ഛനിപ്പോൾ വൃക്കരോഗി. അച്ഛനാണ് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്ന രോഗി കൂടിയാണ്. ഈ ഏക വീട് മാത്രമാണോ അവിടെ ഉള്ളത്? അതുപോലെ തന്നെ ഈ വീട്ടുകാരെന്താണ് ഈ സംഭവത്തിൽ പറയുന്നത്? വീട്ടുകാർ സ്വന്തം വീട് കൺമുമ്പിൽ നിന്ന് ഇടിഞ്ഞിട്ട് വീഴുന്ന അവസ്ഥ ഇപ്പൊ കണ്ടുപിടിക്കുന്ന ഭയങ്കര അവസ്ഥയിലുള്ളത്. അവരെ ഏക ആശ്രയം 10-20 വർഷമായി ഇവിടെ സ്ഥലം വാങ്ങി വീടെടുത്തിയാണ്. വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം കൂടിയാണ്. ഇപ്പൊ ആകെ എന്ത് ചെയ്യും എന്നൊരു അവസ്ഥയിലേക്കില്ല. ആരെ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഇപ്പൊ അറിയാത്ത അവസ്ഥയിലുള്ളത്. ഇപ്പൊ ആരാണ് ഇതിൽ ഉത്തരവാദി? ആരെ ഏറ്റെടുക്കും? ഈ സ്ഥലം ഏറ്റെടുക്കും? ഈ വീട് ആരെ ഏറ്റെടുക്കും? നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ തുടരുന്നത്. അതുവഴി ഇപ്പോൾ ഗതാഗതം എങ്ങനെയാണ്? നിരോധിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാമോ? ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. ഇപ്പൊ പുളിമറം ഭാഗത്തേക്കൂടെ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. ആ പുളിമറ റോഡും അപകടാവസ്ഥയിലുള്ളത്. ഏത് നിമിഷവും ആ റോഡും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്കുള്ളത്. ഗതാഗതം പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആ വീടിന് മുമ്പിലുള്ളത്. ഇപ്പോൾ നമ്മുടെ പുളിമറ അപകടാവസ്ഥ വീടിന് മുമ്പിലുള്ളത്. ഇപ്പോൾ ഈ വീട് നോക്കി കാണാൻ വേണ്ടി പറ്റും. തീർച്ചയായും ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീടാണ് ഇപ്പോൾ അപകട ഭീഷണി നേരിടുന്നത്. ഇതോടെ വീട്ടുകാർ വാടക വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. പുളിമ്പറമ്പിലെ ലിസമ്മ സീതറിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീഷണി നേരിടുന്നത്. വിനോദ്, ഇപ്പോഴും ശക്തമായ മഴ പ്രദേശത്ത് തുടരുന്നുണ്ടോ? മണ്ണിടിച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ? ഇപ്പോഴും ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിടിച്ചിൽ ഇപ്പോഴും കുറച്ചാലും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. ഈ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? വീട്ടില് എന്റെ ഭാര്യയും അച്ഛനും അമ്മയാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ അവരെ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നു. ശരി വിനോദ്, കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവൻ റോഡിലാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ തുടരുന്നത്. തളിപ്പറമ്പ് പുളിമ്പറമ്പിലാണ് സംഭവം ഉണ്ടാകുന്നത്. ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീടിപ്പോൾ അപകട ഭീഷണി നേരിടുകയാണ്. ഇതോടെ വീട്ടുകാർ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. പുളിമ്പറമ്പിലെ ലിസമ്മ ശ്രീധരന്റെ ഉടമസ്ഥയിലുള്ള വീടാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീതി നേരിടുന്നത്.
പ്രദേശവാസിയായ രോഹിത് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ രോഹിത്, ഇപ്പോഴും മണ്ണിടിച്ചിൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാരെ ഇപ്പോൾ മാറി താമസിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാമോ? അവിടെ നിലവില് നല്ല രീതിയിൽ മണ്ണിടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇപ്പം ഇന്നലെയായിരുന്നു ഗതാഗതം നിരോധിച്ചത്. അതിനു മുമ്പും മഴ വന്ന സമയത്തും ഗതാഗതം നിരോധിച്ചിരുന്നു, പൂർണ്ണമായും നിരോധിച്ചിരുന്നു. ഇന്നലെ വീണ്ടും ഗതാഗതം നിരോധിച്ചു. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് അതിലെ വിടുന്നത്. പിന്നെ ഇനിയും ഇതേപോലെ മഴ തുടരുകയാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ ഇടിഞ്ഞ് റോഡ് കംപ്ലീറ്റ്ലി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അധികൃതർ എത്രയും പെട്ടെന്ന് അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ തീർച്ചയായും മൊത്തം ഇടിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. രണ്ട് ഭാഗവും നല്ല രീതിയിൽ മണ്ണ് പോയിട്ടുണ്ട്. തീർച്ചയായും ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ രൂക്ഷമായി തുടരുന്നത്. പൂർണ്ണമായും ഗതാഗത നിയന്ത്രണമൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അധികാരികൾ എന്താണ് ഈ സംഭവത്തിൽ വ്യക്തമാക്കുന്നത്? ഇപ്പോ നിലവില് ഇന്നലെയാണ് വീണ്ടും റോഡ് അടച്ച് 2 വീലർ മാത്രം വിട്ട് വലിയ വാഹനങ്ങളൊന്നും വിടുന്നില്ല. അതിപ്പം ബസ് റൂട്ടാണ്, ബസ്സും ലോറിയും ഒക്കെ പോകുന്ന റൂട്ടാണ്. ഇന്നലത്തെ കനത്ത മഴയിലാണ് വീണ്ടും റോഡ് അടക്കുകയും മണ്ണിടിയാൻ സാധ്യതയുള്ളത് കൊണ്ട് വീണ്ടും റോഡ് അടക്കുകയും ചെയ്തു. 3-4 ദിവസം മുമ്പുള്ള അവസ്ഥയല്ല നിലവിൽ ഇപ്പോൾ. ഞാൻ ഇന്ന് രാവിലെ അവിടെ പോയി നോക്കിയപ്പോൾ നല്ല രീതിയിൽ വീണ്ടും മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന വീട് നിങ്ങൾക്ക് വേറെയും ഒരു വീടും കൂടിയുണ്ട്. അവിടെ അവരെ താമസം നിലവിൽ മാറ്റി വേറെ വാടക വീട്ടിലാണുള്ളത്. അതിന്റെ അടിഭാഗമൊക്കെ പോയി. അവിടെ ഉണ്ടായ 2 തെങ്ങ് ഇന്ന് നോക്കുമ്പോൾ ഒരു തെങ്ങ് പൊരിഞ്ഞു വീണിട്ടുണ്ട്. അടുത്തത് ഏകദേശം പൊരിയാനുള്ള അവസ്ഥയിലായിട്ടുണ്ട്. മിക്കവാറും ആ വീടിടിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അടിത്തട്ടുന്നാണ് മണ്ണ്, അടിയിൽ നിന്നാണ് മണ്ണ് പോകുന്നത്. ഒരു നല്ല രീതിയിൽ അടിഭാഗത്തുനിന്ന് മണ്ണ് നല്ല രീതിയിൽ ഒലിച്ചു പോകുന്നുണ്ട്. അവര് താൽക്കാലികമായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനെ കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അതെ, ഇന്നലെ വീണ്ടും നല്ല രീതിയിൽ മണ്ണിടിഞ്ഞു. രാത്രി അവിടെ ഞാൻ ഇന്നലെ പോയ സമയത്ത് 1-2 പേര് എന്നോട് പറയുകയും ചെയ്തു നല്ല രീതിയിൽ വീണ്ടും മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെയാണ് മഴയെങ്കിൽ ഇനിയും തീർച്ചയായും ഇടിയാനുള്ള താൽക്കാലികമായിട്ടെങ്കിലും അതിനൊരു പുഴം വഴി പിടിക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്. താൽക്കാലികമായിട്ട് പോരാ, എന്നാലും നിലവിൽ ആ റോഡ് അടച്ചിട്ടാളിൽ എല്ലാ ബുദ്ധിമുട്ടുന്ന പുളിമ്പറമ്പ്, പട്ടം, വെള്ളിക്കയില്, പറപ്പൂൽ എല്ലാ ഭാഗത്ത് പോകുന്നവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. വേറെ റൂട്ടുണ്ട്, എന്നാലും അത് ചുറ്റിത്തിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അപ്പൊ ആ റോഡ് അടച്ചാല് നാട്ടുകാർക്കും അവർ വളരെ ബുദ്ധിമുട്ടാണ്. അതിനു വേണ്ടിയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് അധികൃതർ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാറ്റിയിട്ടുണ്ടോ? എവിടേക്കാണ് താമസം മാറ്റിയത്? ഒരു വാടക വീട്ടിലേക്കാണ് താമസം മാറ്റിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് അവര് മണ്ണിടിയാൻ തുടങ്ങിയ സമയത്ത് തന്നെ മാറ്റിയെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഒരു എവിടത്തേക്കാണ് മാറ്റിയെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇനി ആ ഭാഗം കൂടി NH അവര് ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. രോഹിത്,